ഹായ്, എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഒത്തിരി സ്നേഹത്തോടെ സ്വാഗതം. ന്യൂ സബ്സ്ക്രൈബേഴ്സിന് പ്രത്യേക സ്വാഗതം. ഇന്ന് ഞാൻ ഒരു ഫ്രൂട്ടും കൊണ്ടുള്ള പല ഉപയോഗങ്ങളാകട്ടോ പറഞ്ഞു തരുന്നത്. എനിക്കൊരു ഫ്രൂട്ട് കിട്ടി, സവിശേഷമായ ഒരു ഫ്രൂട്ട്. നമ്മുടെ തൊടിയിൽ ധാരാളം ഉള്ളതാണ്. എന്നാൽ നമ്മൾ വലിയ ശ്രദ്ധയൊന്നും കൊടുക്കാതെ കാക്കകൊത്തിയും വവ്വാലും ഭക്ഷിച്ചും പോകുന്ന ഒരു ഫ്രൂട്ട്. അതിൻ്റെ ബെനിഫിറ്റ്സ് അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മളത് ഒറ്റ ഒരെണ്ണം പോലും പാഴാക്കി കളയുകയില്ല. ഉള്ളിലേക്ക് കഴിക്കാം, സ്കിൻ കെയറിന് സൊല്യൂഷനാണ്, ഹെയർ ഗ്രോത്തിന് സഹായകമാണ്. അപ്പോൾ ആ ഫ്രൂട്ട് ഏതാണെന്നൊന്ന് കണ്ടു നോക്കാം. പോകാം നമുക്ക് വീഡിയോയിലേക്ക്. ഇന്ന് ഞാൻ അതുകൊണ്ടുള്ള ഒരു ഫേസ് പായ്ക്കും തയ്യാറാക്കുന്നുണ്ട്, ഒരു ഹെയർ പായ്ക്കും തയ്യാറാക്കുന്നുണ്ട്. രണ്ടിനും പറ്റുന്നതാവുമ്പോഴേ രണ്ടും ഒരേ സമയം ചെയ്തങ്ങ് കാണിക്കാം. അപ്പോൾ നമുക്ക് കണ്ടു നോക്കാൻ സമയം കളയാതെ കേട്ടോ. ഫ്രൂട്ട് ഏതാണെന്ന് മനസ്സിലായല്ലോ അല്ലേ? പപ്പായ ഫ്രൂട്ട്. എനിക്കിന്ന് കുറച്ച് പപ്പായ കിട്ടി. ദേ പച്ചപ്പപ്പായ ഉണ്ട്, ഇത് പഴുത്ത് വരുന്നുണ്ട്, പഴുക്കാൻ തുടങ്ങുന്ന പപ്പായ. ഇത് നന്നായി പഴുത്ത പപ്പായ. അപ്പോൾ ഈ ഫേസ് പായ്ക്കും ഹെയർ പായ്ക്കും ഒക്കെ തയ്യാറാക്കാനായിട്ട് ഒരിക്കലും നിങ്ങൾ പച്ച പപ്പായ എടുക്കരുത് കേട്ടോ. പച്ച പപ്പായക്കകത്തൊരു കറയുണ്ട്, അത് നമുക്ക് അലർജി ഉണ്ടാക്കും, ഇറിറ്റേഷൻ ഉണ്ടാക്കും. അതുകൊണ്ട് നന്നായി പഴുത്ത പപ്പായ എടുക്കണം. ഈ പഴുത്ത പപ്പായ എടുക്കുമ്പോൾ തന്നെ ഒന്ന് രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട്. അതെന്തൊക്കെയാണെന്ന് ഞാൻ കാണിച്ചു തരാമേ. നമ്മളിപ്പം പപ്പായയുടെ ഇവിടെ അങ്ങോട്ട് മുറിച്ച് കളയണം. ഇവിടെ മുറിച്ച് കളഞ്ഞല്ലോ. മുറിച്ച് കളയുമ്പോൾ ഇവിടെ ഒരു കറയുണ്ടല്ലേ, ആ കറ എടുക്കരുത്. അതുപോലെ തന്നെ പപ്പായ തൊലിയിലൊരു കറയുണ്ട്, അതുകൊണ്ട് തൊലിയോട് ചേർന്ന ഭാഗം എടുക്കരുത്. ഇത് രണ്ടുമല്ലാതെ ഇവിടെ ഞെടുപ്പിൻ്റെ തൊട്ടുള്ള ഭാഗവും എടുക്കാതെ തൊലിയോട് ചേർന്ന ഭാഗവും എടുക്കാതെ, ഇതേ നമ്മളിത് മുറിച്ച് കഴിഞ്ഞപ്പോൾ ഈ സൈഡിലൊക്കെ ഒരു കറയുണ്ട്. പപ്പായ ഫ്രൂട്ടിൻ്റെ ഉള്ളിൽ തന്നെ ഒരു കറയുണ്ട് അല്ലേ? അതുകൊണ്ട് ആ ഭാഗം ഒന്നും എടുക്കരുത്. ഈ ഉള്ളിലുള്ള മാംസളമായ ഭാഗത്തിൽ നിന്ന് സ്പൂണ് കൊണ്ട് വടിച്ചെടുക്കണം. അപ്പോൾ ഞാൻ പപ്പായ വടിച്ചെടുക്കാം കേട്ടോ, കുരുവൊക്കെ കളഞ്ഞിട്ട്. ഇത് 3 കാര്യത്തിന് ഉപയോഗിക്കാമല്ലേ. ഉള്ളിലേക്ക് കഴിച്ചാൽ ധാരാളം ആരോഗ്യ ഗുണങ്ങളുള്ള പോഷക സമൃദ്ധമായ ഒരു ഫ്രൂട്ടാണ്. നമ്മൾ മുറ്റത്തെ മുല്ലയ്ക്ക് മണമില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇതൊന്നും എടുത്ത് കഴിക്കുകയല്ല. നമ്മൾ വില കൊടുത്തിട്ട് അന്യ സംസ്ഥാനങ്ങളിൽ നിന്നൊക്കെ വരുന്ന എന്താ പറയുക, കീടനാശിനികളും ഒക്കെ തളിച്ചതും, കീടനാശിനി തളിച്ചതും കെമിക്കലിൽ മുക്കി വെച്ചതും രാസവളങ്ങൾ പ്രയോഗിക്കുന്നതുമൊക്കെയായ ഫ്രൂട്ട്സ് ഒക്കെ വാങ്ങി വില കൊടുത്ത് വലിയ വലിയ ഫ്രൂട്ട്സ് വലിയ വലിയ ഫാഷനബിൾ ആയിട്ടുള്ള പേരൊക്കെയുള്ള ഫ്രൂട്ട്സ് വില കൊടുത്ത് വാങ്ങി തിന്നാലേ നമ്മൾ മലയാളികൾക്ക് ഒരു തൃപ്തിയുള്ളൂ. നമ്മുടെ തൊടിയിലുള്ള ചക്കപ്പഴം, മാങ്ങാപ്പഴം, പേരയ്ക്ക, പപ്പായ ഫ്രൂട്ട്, ഇതിനൊന്നും നമ്മൾ വലിയ വില കൽപ്പിക്കുകയില്ല. അതാണ് നമ്മുടെ ഒരു കുഴപ്പം എന്ന് പറയുന്നത്. ഇത് ഉള്ളിലേക്ക് ഷുഗർ പേഷ്യൻറ്റിന് പോലും കഴിക്കാൻ പറ്റുന്ന ഫ്രൂട്ടാണെന്ന് നമുക്കറിയാം അല്ലേ? ഷുഗർ പേഷ്യൻ്റ് ഇത് കഴിക്കുമ്പോൾ വല്ലാണ്ടങ്ങ് പഴുത്തു പോയത് കഴിക്കാതെ ശ്രദ്ധിച്ചാൽ മതി എന്നാണ് ഡോക്ടേഴ്സ് പറയുന്നത്. ഞാൻ പറയുന്നതല്ല, ഡോക്ടേഴ്സ് പറയുന്നത് അങ്ങനെയാണ് കേട്ടോ. പിന്നെ ഇത് വൈറ്റമിൻ എ, ബി, സി തുടങ്ങിയവയുടെയൊക്കെ കലവറയാണ്. ഇതിനകത്തുള്ള എൻസൈമുകൾ നമ്മുടെ ഹെയർ ഗ്രോത്തിനെ സഹായിക്കും. അതുപോലെ തന്നെ സ്കിൻ വൃത്തിയാകാൻ സഹായിക്കും. നിറം വയ്ക്കാനും ഡാർക്ക് സ്പോട്ട് മാഞ്ഞു പോകാനും സൺ ടാൻ നീക്കിക്കളയാനും പിഗ്മെന്റേഷൻ തടയാനും സ്കിൻ സോഫ്റ്റ് ആകാനും സ്മൂത്ത് ആകാനും അങ്ങനെ ഒട്ടനവധി ഗുണങ്ങളാണ്. ഇത് കുറച്ചുകൂടി പഴുത്ത് കുറഞ്ഞൊരു സൈഡാണ്, അപ്പോൾ അത് കഴിക്കാനെടുക്കാം. ഇത് പറിച്ചിട്ടപ്പോൾ നിലത്തോട്ട് വീണപ്പോഴേ നല്ലപോലെ പഴുത്തതായതുകൊണ്ട് ഒന്ന് പതുങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇതിനെ ഞാൻ ഇതിൻ്റെ ഉള്ളിലത്തെ മാംസള ഭാഗം ഇങ്ങനെ അങ്ങോട്ട് എടുക്കാം. കണ്ടോ, ഒരു നാരുണ്ടേ, അത് കൈകൊണ്ട് അങ്ങോട്ട് നമ്മൾ ഇതിനെ ഉടച്ച് പായ്ക്കാക്കുമ്പം എടുത്തു കളഞ്ഞാൽ മതി. ആഹാ, ഇഷ്ടംപോലെ ഉണ്ട്. ഇതിനെ തോണി പോലെയായി കപ്പളങ്ങയുടെ ആക്കാം. ഇത് 2 ബൗളിലാക്കാം. ഒന്ന് ഹെയറിൽ അപ്ലൈ ചെയ്യാനും ഒന്ന് ഫേസിൽ അപ്ലൈ ചെയ്യാൻ. അപ്പോൾ രണ്ടും രണ്ടായിട്ടിരിക്കട്ടെ. ഹെയറിൽ അപ്ലൈ ചെയ്യാൻ കൂടുതൽ വേണം, ഫേസിൽ അപ്ലൈ ചെയ്യാൻ കുറച്ച് മതിയല്ലോ. ഫേസിൽ മാത്രമല്ല കേട്ടോ, കഴുത്തിലും കയ്യിലും ഒക്കെ കൂടി അങ്ങ് അപ്ലൈ ചെയ്യാം. അല്ലെങ്കിൽ പല ഭാഗം പല കളറായിട്ടിരിക്കുകയല്ലേ.
അപ്പം ഡിസ്കളറേഷൻ മാറാനും ഇപ്പോഴാണെങ്കിൽ ഭയങ്കര വെയിലല്ലേ, പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ അന്നേരെ കരുവാളിക്കും. സൂര്യൻ്റെ അൾട്രാവയലറ്റ് കിരണങ്ങളേറ്റ കരുവാളിപ്പ് മാറ്റാനും ഒക്കെ ഇതിന് ഗുണമുണ്ട്. അപ്പോൾ ഇനി ഒരു പപ്പായ പോലും കണ്ടാൽ കളഞ്ഞേക്കരുത് കേട്ടോ. പഴുത്ത പപ്പായ കണ്ടാൽ കളഞ്ഞേക്കരുത്. പച്ച പപ്പായ ആണെങ്കിൽ എന്ത് ചെയ്യണം, പറിച്ചു കൊണ്ടുവന്ന് വെച്ച് പഴുപ്പിക്കണം. നല്ലതുപോലെ പഴുത്ത പപ്പായ എടുത്താലാണ് നമുക്ക് ഈ പായ്ക്കുകളും ഫേഷ്യലും ഒക്കെ ഉണ്ടാക്കാൻ നല്ലത്. പപ്പായ ഫേഷ്യലുണ്ട്, പപ്പായ സിറംസ് ഉണ്ട്, പപ്പായ പായ്ക്കുകളുണ്ട്. ഇതെല്ലാം നമുക്ക് പ്രോഡക്റ്റ് രൂപത്തിൽ അവൈലബിളുമാണ്. എന്തിനാ അതിനൊക്കെ കാശ് കളയാൻ പോകുന്നേ? നമ്മുടെ തൊടിയിൽ നിന്ന് നമ്മളങ്ങ് എടുത്താൽ പോരെ. ഇതേ ഒരു പീസിൽ നിന്ന് ആവശ്യത്തിന് ഞാൻ എടുത്തു, മറ്റേത് മുറിച്ച് തിന്നാം. പച്ചപ്പപ്പായ ഞാൻ വെറുതെ എടുത്തു കൊണ്ടുവന്ന് വെച്ചു എന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ ഞാൻ ആദ്യം ഫേസ് പായ്ക്ക് തയ്യാറാക്കാം. ഫേസിൽ തേച്ച് വെച്ചിട്ട് ഹെയറിൽ തേക്കാം, അല്ലേ? ഇതല്ലേ നല്ലത്. ഹെയറിൽ കൈയെല്ലാം തേച്ച് കഴിഞ്ഞ് പിന്നെ ഫേസിൽ തേക്കുന്നത് നമുക്കൊരു സുഖമുള്ള കാര്യമല്ലല്ലോ. അപ്പം അതുകൊണ്ട് ആദ്യം ഞാൻ എന്ത് ചെയ്യാം, ഫേസിൽ അപ്ലൈ ചെയ്യാനുള്ള പായ്ക്ക് തയ്യാറാക്കാം. അതിന് ഞാൻ ഈ പപ്പായ കൈ കൊണ്ടൊന്ന് ഉടച്ചെടുക്കട്ടെ. മിക്സിയിൽ ചെറിയ ജാറിലിട്ട് അടിക്കുവാണെങ്കിൽ നല്ലതുപോലെ അങ്ങോട്ട് നല്ല ഫൈൻ പേസ്റ്റായി കിട്ടും. ഇത് പിന്നെ നല്ലതുപോലെ പഴുത്തതായതുകൊണ്ട് കൈ കൊണ്ട് ഉടച്ചാലും മതി, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇതിൻ്റെ കയ്യിൽ പറ്റിയപ്പോൾ ഹെയർ പായ്ക്ക് ആക്കാനുള്ള പപ്പായ കൂടെ ഉടയ്ക്കാം. അതിനുശേഷം കൈ ഒന്ന് തുടച്ചിട്ട് വേണം ബാക്കി അതിലേക്ക് ചേർക്കേണ്ട ഇൻഗ്രീഡിയൻറ്റിൻ്റെ ബോട്ടിലൊക്കെ തുറക്കുമ്പോൾ അതിൻ്റെ അടപ്പയിലൊക്കെ പിടിക്കുമ്പോഴേ കയ്യിൽ പപ്പായ ഫ്രൂട്ട് കുഴഞ്ഞിരുന്നാൽ അതൊരു ബുദ്ധിമുട്ടല്ലേ, വൃത്തികേടായി പോകുകയല്ലേ, ആ ഭരണിയുടെ ടിന്നേൽ അടപ്പയിലെല്ലാം പറ്റി പിടിച്ചിരിക്കുകയല്ലേ. അപ്പോഴതുകൊണ്ട് ആഹാ നല്ല കുഴമ്പ് രൂപത്തിലായി, കണ്ടോ, നല്ല പേസ്റ്റ് രൂപത്തിലായി. ഇനി അതവിടെ മാറിയിരിക്കട്ടെ. യെസ്, അത് റെഡിയായി. ഇനി രണ്ടാമത് കൂടുതൽ എടുത്തത് ഹെയർ പായ്ക്കിന് വേണ്ടി അതിനകത്ത് ഒരു നാരൊക്കെ ഉണ്ട്. ആ നാരങ്ങ എടുത്ത് കളയട്ടെ. കണ്ടോ, അതെടുത്ത് കളഞ്ഞു. ഒട്ടും കളയാൻ തോന്നില്ല കേട്ടോ. നമുക്ക് എപ്പോഴും പപ്പായ ലഭിക്കുകയാണെങ്കിലേ നമുക്കിത് ഫ്രിഡ്ജിലെടുത്ത് വെക്കാമല്ലോ. നല്ല ടൈറ്റായിട്ടുള്ള ഒരു ചെറിയ ബോട്ടിലിട്ട് നന്നായി അടച്ചിട്ട് ഫ്രിഡ്ജിലെടുത്ത് വെച്ചാൽ ഇടയ്ക്കൊക്കെ നമുക്കെടുത്ത് യൂസ് ചെയ്യാം. ഹെയർ പായ്ക്ക് നമ്മൾ ഡെയിലി ഇടണ്ട, ആഴ്ചയിൽ ഒരു തവണയോ 2 തവണയൊക്കെ ഇടാം. ഒരു 3 days കൂടുമ്പോൾ അപ്ലൈ ചെയ്യാം. ഇത് നമുക്ക് സുലഭമായിട്ട് കിട്ടുന്നുണ്ടെങ്കിൽ മുടിയിൽ അപ്ലൈ ചെയ്യുമ്പോൾ ഉള്ള ഗുണങ്ങൾ, മുടി സ്മൂത്താകും. നമ്മൾ ഈ കുഴൽക്കിണർ വെള്ളത്തിൽ, ഞാനിപ്പോൾ കുഴൽക്കിണർ വെള്ളത്തിലാണ് കുളിക്കുന്നത്. എൻ്റെ മുടി ഇടയ്ക്ക് ഹാർഡാകാറുണ്ട്. ഹാർഡാകും, പൊട്ടിപ്പോകും, അറ്റം വിളരും, അല്ലേ? അതിനെയൊക്കെ തടയിടാനായിട്ട് ബെസ്റ്റ് സാധനമാണ്, നമ്പർ 1 സാധനമാണ് ഈ പപ്പായ ഹെയർ പായ്ക്ക്. ഇതിൻ്റെ കൂടെ 1-2 സാധനം കൂടെ ചേർക്കണം. അത് ഞാനിപ്പോൾ കാണിച്ചു തരാം കേട്ടോ. ആഴ്ച 2 ദിവസം വെച്ചൊന്ന് അപ്ലൈ ചെയ്ത് നോക്കിക്കേ. മാസത്തിൽ 1 മാസമെങ്കിലും അപ്ലൈ ചെയ്ത് നോക്കാം. ആഴ്ചയിൽ 2 തവണ വെച്ച് മിനിമം. ഡെയിലി ചെയ്താലും കുഴപ്പമൊന്നുമില്ല. ഇതൊന്നും കെമിക്കലും എന്താ പറയുക, കീടനാശിനിയും ഒന്നും തളിച്ചിട്ടുണ്ടായതല്ല. നമ്മുടെ തൊടിയിലുണ്ടായ ശുദ്ധമായ പപ്പായ ഫ്രൂട്ടാണ്. ഈ വരവ് പപ്പായ ഫ്രൂട്ടൊക്കെ വാങ്ങിയാലും കാർഷികാടിസ്ഥാനത്തിൽ കൃഷി ചെയ്യുന്ന വലിയ തോട്ടങ്ങളായിട്ടൊക്കെ കൃഷി ചെയ്യുന്നിടത്തൊന്നും വരവ് പപ്പായ വാങ്ങിയാൽ അതിനകത്തെ വിശ്വാസ്യത എത്രത്തോളം ഉണ്ടെന്ന് പറയാൻ പറ്റിയല്ല. ഇത് നമ്മൾ നട്ട് വളർത്തിയ നല്ല നാടൻ പപ്പായ ഫ്രൂട്ടായിരിക്കണം. ഏതിനും നമ്മൾ ഗുണമേന്മ അവകാശപ്പെടുമ്പോഴും എല്ലാം നാടൻ സാധനങ്ങളായിരിക്കണം എന്നുള്ളതാണ് അതിനകത്ത് നമ്മൾ ഒന്നാമതായിട്ട് ഓർക്കേണ്ട കാര്യം. അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ എത്ര നല്ല ഫ്രൂട്ടാണെന്ന് പറഞ്ഞാലും അതിനകത്ത് കെമിക്കലും കീടനാശിനിയൊക്കെ തളിച്ചുണ്ടാക്കുന്നതാണെങ്കിൽ അതിൻ്റെ ഗുണമേന്മയെക്കുറിച്ച് നമുക്ക് കൃത്യം പറയാൻ പറ്റില്ല. അപ്പം ഞാൻ എൻ്റെ കൈ ഒന്ന് തുടയ്ക്കട്ടെ കേട്ടോ. എന്നിട്ട് അതിലേക്ക് ബാക്കി ഇൻഗ്രീഡിയൻസ് ഒക്കെ ചേർത്തിട്ട് അപ്ലൈ ചെയ്ത് കാണിക്കാവേ. അപ്പോൾ കൈയൊക്കെ തുടച്ച് വന്നു. ഇനി മുഖത്ത് അപ്ലൈ ചെയ്യാൻ വേണ്ടി ഞാൻ എടുക്കുന്നത് പപ്പായ ഫ്രൂട്ടിനകത്തേക്ക് നല്ല കസ്തൂരി മഞ്ഞൾ പൗഡറാണ്. ഒറിജിനൽ കസ്തൂരി മഞ്ഞൾ പൗഡർ. കസ്തൂരി മഞ്ഞളിന് ഭയങ്കര വിലയുള്ള സാധനമാണ്. നല്ല സ്മെല്ല് ഇങ്ങോട്ട് ഇത് തുറന്നപ്പോഴത്തേനും. കസ്തൂരി മഞ്ഞൾ ഇത് ഞാൻ തന്നെ ഉണ്ടാക്കിയതായതുകൊണ്ടാണ് ഇത്ര നല്ല സ്മെല്ല് കേട്ടോ. ഏത് അങ്ങാടിക്കടയിൽ നിന്ന് നമ്മൾ പോയി വാങ്ങിയാലും അതിനകത്തൊക്കെ എന്തെങ്കിലുമൊക്കെ മായമുണ്ട്. കടക്കാർ തന്നെ എന്നോട് പറഞ്ഞു ബീറ്റ്റൂട്ട് പൗഡർ, കസ്തൂരി മഞ്ഞൾ പൗഡർ ഒക്കെ പാക്ക് ചെയ്ത്
ഓരോ സ്ഥലത്തുനിന്ന് അവർ വരുത്തുന്നതിനകത്തൊക്കെ അത്ര പ്യുവറാണ് സാധനമാണ്, അതിൻ്റെ ക്വാളിറ്റി 100% അവകാശപ്പെടാൻ പറ്റിയല്ലെന്നാണ് പറഞ്ഞു. ഒരു സ്വല്പം അളവൊന്നും പറയുന്നില്ലേ, സ്പൂൺ കണക്കിലൊന്നും എടുക്കാൻ പറ്റിയല്ല കസ്തൂരി മഞ്ഞൾ, അതുകൊണ്ടാണ് കുറച്ച് ഇടാം. കസ്തൂരി മഞ്ഞൾ കുറച്ചിട്ട്, ഒറിജിനൽ സാധനമാകുമ്പോൾ അതിന് വില കൂടുവന്നേ. അപ്പോൾ ആ കടക്കാരൻ എന്നോട് പറഞ്ഞത് എന്താണെന്നോ, നമ്മുടെ മലയാളികൾക്ക് ആൾക്കാർക്ക് ഒരു കാര്യമുണ്ട്, ഒരു സ്വഭാവമുണ്ട് പോലും, പിന്നെ സാധനം വില കുറച്ച് കിട്ടണം, ക്വാളിറ്റി പ്രശ്നമല്ലാത്രേ. 10 രൂപ കൂടുതലാണെന്ന് കേട്ടാൽ അവർ വാങ്ങാൻ മടിക്കും. വില കുറഞ്ഞ സാധനം എവിടെ കിട്ടുമോ അവിടെ ചാടി കിട്ടും. അതിനകത്ത് നമ്മൾക്ക് നമ്മുടെ ആരോഗ്യത്തെയോ സൗന്ദര്യത്തെയോ ഒക്കെ അതിനെതിരായിട്ട് നെഗറ്റീവായിട്ട് ബാധിക്കുന്ന കണ്ടന്റുകൾ ഉണ്ടോ എന്നുള്ളത് അവർക്ക് പ്രശ്നമല്ലെന്നാണ് പറഞ്ഞത്. 5 രൂപ കുറച്ച് കിട്ടുമെങ്കിൽ അത് വാങ്ങും പോലും. പക്ഷെ ഏത് സാധനമാണേലും ഒറിജിനൽ സാധനം, നമ്പർ 1 സാധനം കിട്ടണമെങ്കിൽ അതിനല്പം റേറ്റ് കൂടും, സ്വാഭാവികമാണ്. കാരണം അത് നമ്മൾ വാങ്ങണം, അതിൻ്റെ റോ മെറ്റീരിയൽ വാങ്ങി അത് കഴുകി ഉണക്കി മില്ലിൽ കൊണ്ടുപോയി പൊടിച്ച് പൊടികൂലി കൊടുത്ത് അത് പൗഡർ രൂപത്തിലൊക്കെ ആക്കി പാക്കിങ്, സീലിങ് അല്ലേ, ഇതെല്ലാം സ്റ്റിക്കർ ഒട്ടിക്കല്, ഇതെല്ലാം കഴിഞ്ഞ് വരുമ്പോൾ വില കൂടും. പക്ഷെ വില കേൾക്കുമ്പോൾ ആൾക്കാർക്ക് വേണ്ട. എന്നാലോ ആൾക്കാരൊരു ഹോട്ടലിലോട്ട് കയറിയിട്ട് എത്ര റേറ്റാന്ന് പറഞ്ഞാലും എന്തെല്ലാം സാധനങ്ങൾ ആരോഗ്യത്തിന് ദോഷകരമായിട്ട് ബാധിക്കുന്ന എന്തെല്ലാം സാധനങ്ങളാണ് ഓർഡർ ചെയ്ത് വാങ്ങി തിന്നുന്നേ. വല്ല വെളിപാടും ഉണ്ടോ മനുഷ്യർക്ക്? മദ്യക്കുപ്പിക്ക് പൈസ കളയാനും ഹോട്ടലിൽ കയറി ഫാസ്റ്റ് ഫുഡ്, ജങ്ക് ഫുഡ് ഒക്കെ വാങ്ങിക്കഴിക്കാനും ഒക്കെ എത്ര രൂപ വേണമെങ്കിലും നമ്മൾ മുടക്കും. അതാണ് നമ്മൾ മലയാളികൾ. അപ്പം ഇത് ലേശം ചെറുതേന ഒഴിക്കുന്നത് കേട്ടോ. അപ്പം ഞാൻ മലയാളികളുടെ പൊതു സ്വഭാവം പറഞ്ഞ് എൻ്റെ ഇൻഗ്രീഡിയൻസ് മാറിപ്പോകണ്ട. 2 പായ്ക്ക് റെഡിയാക്കുന്നുണ്ടല്ലോ, 2ൽ കുറച്ച് ഇൻഗ്രീഡിയൻസ് വ്യത്യാസമുണ്ട്. മുഖത്ത് അപ്ലൈ ചെയ്യാനായിട്ട് നല്ല പഴുത്ത പപ്പായ ഫ്രൂട്ടും അല്പം കസ്തൂരി മഞ്ഞൾപ്പൊടിയും നല്ല ചെറുതേനും. ഇത് ശുദ്ധമായ ചെറുതേനാണ്, തേൻ ഫാക്ടറിയിൽ നിന്ന് ഞാൻ വാങ്ങിക്കൊണ്ടുവന്നതാണ്. എനിക്ക് എന്തോ ഒരു ദൈവാനുഗ്രഹത്തിന് ഇതെല്ലാം ശുദ്ധമായ സാധനങ്ങൾ കിട്ടാനുള്ള ഒരു സാഹചര്യങ്ങളുണ്ട്. അതുകൊണ്ട് ഇതെല്ലാം പറയുമ്പോൾ നിങ്ങൾ തെറ്റിദ്ധരിക്കും ഞാൻ വെറുതെ പറയുകയാണെന്ന്. വെറുതെ പറയുകയല്ലെന്ന്, ഇതൊക്കെ ഉള്ള കാര്യങ്ങൾ തന്നെയാണ് കേട്ടോ. അപ്പോൾ എനിക്കിതെല്ലാം കിട്ടാൻ ചുറ്റുവട്ടത്തുണ്ട്. അതുകൊണ്ട് ഞാനത് തേടി പിടിച്ച് വാങ്ങുന്നു. അതുകൊണ്ട് എനിക്ക് കെമിക്കലൊന്നും ഇല്ലാത്ത സാധനങ്ങൾ ഇപ്പോൾ ഉപയോഗിക്കാൻ പറ്റുന്നുണ്ട്. അതാണ് അതിനകത്തെ ഒരു സത്യസന്ധമായ കാര്യം. അപ്പോൾ ഇതിലേക്ക് ഇട്ടു. ഇനി ഞാൻ ഈ ഹെയർ പാക്ക് റെഡിയാക്കാനുള്ള ഇൻഗ്രീഡിയൻസും കൂടി ഇതിലേക്കും കൂടി ഇട്ടിട്ടാണെങ്കിൽ പിന്നെ കയ്യിൽ ഇത് പറ്റിക്കഴിയുമ്പോൾ കുഴപ്പമില്ലല്ലോ. അപ്പം അതുകൊണ്ട് ഞാൻ എന്താ ചെയ്യണ്ടേ, ഈ ഹെയർ പാക്ക് തയ്യാറാക്കുന്നതിൽ ഇത് 2 പായ്ക്കും കൂടെ ഒരുമിച്ച് വെച്ചുകൊണ്ടിരുന്നതുകൊണ്ടാണ് കൺഫ്യൂഷൻ. ഹെയർ പാക്ക് തയ്യാറാക്കാൻ വേണ്ടി നന്നായി ഉടച്ചെടുത്ത പേസ്റ്റ് രൂപത്തിലാക്കി എടുത്ത നല്ല പഴുത്ത പപ്പായയുടെ അകത്തേക്ക് കുറച്ച് നല്ല കോക്കനട്ട് ഓയിൽ. ഇത് കൊപ്ര ആട്ടിയ ശുദ്ധമായ കോക്കനട്ട് ഓയിൽ, ഞങ്ങൾ തന്നെ കൊപ്ര ആട്ടിയ നല്ല കോക്കനട്ട് ഓയിൽ. ഞാൻ പറഞ്ഞില്ലേ എനിക്ക് ഈ ശുദ്ധമായ സാധനങ്ങളൊക്കെ ഉപയോഗിക്കാനുള്ള ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ടാണ് കൃഷിയിടമുണ്ട്, തെങ്ങുണ്ട്, കൊപ്രയാട്ടിയ ശുദ്ധമായ വെളിച്ചെണ്ണ. അത് 1 ടേബിൾ സ്പൂൺ. നമുക്ക് മുടിക്ക് എത്ര ഉള്ളുണ്ട്, എത്ര ലെങ്ത് ഉണ്ട്, അതിനൊക്കെ അനുസരിച്ച് എത്ര അളവ് വേണമെന്നുള്ളത് അനുസരിച്ചാണ് ഹെയർ പാക്ക് തയ്യാറാക്കുമ്പോൾ നമ്മൾ എടുക്കേണ്ടത്. പപ്പായ ഫ്രൂട്ട് ആണെങ്കിലും കുറേ മുടിയുള്ളവർക്കാണെങ്കിൽ കൂടുതൽ അളവെടുക്കണം. അതിനനുസരിച്ച് വെളിച്ചെണ്ണയും 2-3 ടേബിൾ സ്പൂണൊക്കെ ആഡ് ചെയ്യാം. അതുപോലെ തന്നെ ഇതിലേക്ക് ഇനി ഹണിയാണ് ചേർക്കുന്നത്. ഹണി ഹെയർ ഗ്രോത്തിന് നല്ലതാണ്. ഈ പപ്പായ ഫ്രൂട്ടും ഹണിയും ഒക്കെ ചേർന്നുള്ള പായ്ക്കിടുമ്പോൾ ഡാൻഡ്രഫ് പോകും, ഉണ്ടെങ്കിൽ മാറിക്കിട്ടും. പിന്നെ ഹെയർ ഗ്രോത്തിന് സഹായിക്കും, ഹെയർ സിൽക്കിയാകാൻ, സ്മൂത്താകാൻ ഒക്കെ സഹായിക്കും. അതിന് പറ്റിയ ഇൻഗ്രീഡിയൻസ് ആണ് ഇതെല്ലാം. തേൻ കുറച്ചൊഴിക്കാം. മുടിയിലാകുമ്പോൾ ഫേസിലെ പോലെ പോരാ, ലേശം കൂടി അധികം ഒഴിച്ചു. മുടിയിൽ വൻതേൻ എടുത്താൽ മതിയായിരുന്നു. മുടിയിലാകുമ്പോൾ ലേശം കൂടെ കൂടുതൽ തേൻ വേണ്ടേ. ഏതായാലും എടുത്തു പോയാലോ, അങ്ങോട്ട് നക്കാം അല്ലേ. തേനാണ്, പപ്പായാണ്, ഒന്നും പേടിക്കാനില്ല. എല്ലാം ഉള്ളിലേക്കും കൂടെ ചെന്നോട്ടെ. ഇതൊക്കെ ഇരിക്കുന്നതിൻ്റെ ഒരു കൊതി സഹിക്കുന്നില്ല. തേനെടുത്ത് കുടിക്കാൻ തോന്നുന്നു, പപ്പായ എടുത്ത് തിന്നാൻ തോന്നുന്നു. ഏതായാലും ചടങ്ങ് തുടങ്ങുന്നതിന് മുമ്പ് ഇത്തിരി പപ്പായ തിന്നാം. പപ്പായ ഫ്രൂട്ട് ഇങ്ങനെ കോരി 2 സ്പൂൺ അങ്ങ് തിന്നട്ടെ.
ഫുഡിലേക്കും പോട്ടെ. വയറ് ക്ലീൻ ആകാൻ നല്ലതാണ്, നല്ല ഡൈജഷൻ ക്ലിയർ ആകാൻ നല്ലതാണ്. പിന്നെന്താ ഇതിൻ്റെ ഗുണങ്ങൾ ചെന്ന് കഴിഞ്ഞാലേ നല്ല ആൻറ്റി ഓക്സിഡൻ്റ് ആണ്, വൈറ്റമിൻസ് ഉണ്ട്, മിനറൽസ് ഉണ്ട്. എല്ലാം കൊണ്ടും പപ്പായ ആരോഗ്യത്തിന് വളരെ ഉത്തമമായ ഒരു ഫ്രൂട്ടാണ് അല്ലേ. ഇപ്പോൾ ഒരു സ്പൂൺ കൂടെ കഴിക്കാം. ഇവിടെ ഇരിക്കട്ടെ. ആഹാ, കുറേ നാളായി നല്ല ശുദ്ധമായ നാടൻ പപ്പായ ഫ്രൂട്ട് കിട്ടിയിട്ട്. ഇനി ആദ്യം ഞാൻ ഫേസിൽ അപ്ലൈ ചെയ്യാം. രണ്ടും കൂടെ ആയതുകൊണ്ട് ഇനി ഞാൻ പറഞ്ഞ് നിങ്ങൾക്ക് കൺഫ്യൂഷൻ പിടിപ്പിക്കുന്നില്ല. ഇനി ഓരോന്ന് അപ്ലൈ ചെയ്യുമ്പം അതിനെക്കുറിച്ച് കൂടുതൽ പറയാം. അപ്പോൾ ഫേസ് പാക്കിന് വേണ്ടി എന്തൊക്കെയാണ് എടുത്തതെന്ന് നിങ്ങൾ കണ്ടായിരുന്നല്ലോ. നല്ല പോലെ പഴുത്ത പപ്പായ, അതായത് ഞെടുപ്പിൻ്റെ അവിടുത്തേതുമല്ല, തൊലിയോട് ചേർന്നുള്ളതുമല്ല, മുറിച്ചതിൻ്റെ ആ മുറിവായില്ലേ അവിടുത്തേതുമല്ല, അവിടെയൊക്കെ കറയുണ്ട്. അത് നമുക്ക് ഇറിറ്റേഷൻ ഉണ്ടാക്കും. അതൊന്നുമല്ലാതെ ഒത്ത നടുക്കുന്ന സെൻറ്ററിൽ നിന്ന് കുറച്ച് നല്ല പോലെ പഴുത്ത പപ്പായ എടുത്തു. നല്ല മണം. ഇത്തിരി എന്താ എടുത്തത്, കസ്തൂരി മഞ്ഞൾ പൗഡർ എടുത്തു. പിന്നെ എന്താണ്, തേനൊഴിച്ചു, ഹണി. 3 ഇൻഗ്രീഡിയൻസ് ആണ്. പപ്പായ ഫ്രൂട്ട്, ഹണി, കസ്തൂരി മഞ്ഞൾ പൗഡർ. വലിയൊരു തണുപ്പുണ്ട് കേട്ടോ ഇതങ്ങോട്ട് ചെന്നപ്പോൾ. ഇത് ഫ്രിഡ്ജിൽ വെച്ചതൊന്നും അല്ല, എന്നിട്ട് നല്ല തണുപ്പുണ്ട്. നല്ല ഗ്ലോ ആകും സ്കിന്ന്, നല്ല കണ്ണാടി പോലെ തിളങ്ങും. കണ്ണാടി പോലെ മിന്നും കാഞ്ചീപുരം സാരി ചുറ്റിന്നൊരു പാട്ട് കേട്ടിട്ടില്ലേ? കണ്ണിൽ വീഴാതെ നോക്കണം, കണ്ണിൻ്റെ തീരെ അടുത്തേക്ക് കൊണ്ടുപോകണ്ട, കണ്ണ് നീറും. കാരണം പപ്പായ ഫ്രൂട്ടിൻ്റെ ഉള്ളിൽ തന്നെ ഒരു കറയുണ്ട്. നമ്മൾ എത്ര തൊലിയോട് ചേരാത്ത ഭാഗമാണ് എടുത്തതെന്ന് പറഞ്ഞാലും ഒരു കറയുണ്ട് അതിന്. ഇതുകൊണ്ടാണല്ലോ ഒരു ഗർഭിണികൾ കഴിക്കരുതെന്ന് പറഞ്ഞേര് പപ്പായ. മുകളിലോട്ട് വേണം മസാജ് ചെയ്യാൻ എപ്പോഴും കേട്ടോ. ഞാനത് മറന്നു പോകുന്നൊരു കാര്യമാണ്. ലിപ്പിൽ ഇത്തിരി പറ്റിയാലും കുഴപ്പമൊന്നുമില്ല, പപ്പായ ഫ്രൂട്ടല്ലേ. പിന്നെ ആ കസ്തൂരി മഞ്ഞൾ പൗഡർ ഉണ്ട് എന്നുള്ളതാണ്. പപ്പായ ഫ്രൂട്ടും ഹണിയൊന്നും ലിപ്പിൽ പറ്റിയാലും കുഴപ്പമൊന്നുമുള്ള സാധനങ്ങളല്ല. കസ്തൂരി മഞ്ഞളും 100% പ്യുവറായ സാധനമായതുകൊണ്ട് അതിന് വലിയ കുഴപ്പമൊന്നും കാണില്ല. ലിപ്പിൽ പറ്റിയാലുമേ ഉടുപ്പിൽ വീഴുന്നുണ്ട്, കുഴപ്പമുള്ളതല്ല, കറയുള്ളതൊന്നും അല്ലല്ലോ. ഞാൻ എപ്പോഴും ഈ ഫേസ് പാക്ക് ഇടുമ്പോൾ ഈ ഒരു ടവലെടുത്ത് കൊണ്ടുവരാൻ അങ്ങ് മറന്നു പോകും. അതുകൊണ്ടാണ് സംഭവിക്കുന്നത്. ഇനിയിപ്പോൾ ഏറ്റുപോയി എടുക്കാൻ വയ്യ, പിന്നെ മടിയാ. പിന്നെ എന്താണെന്ന് ചോദിച്ചാൽ ഞാൻ കുളിക്കാൻ പോവല്ലേ, ഡ്രസ്സ് വാഷ് ചെയ്യാം. കറയായിട്ട് പിടിക്കുന്ന സംഭവങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ട് കുഴപ്പമില്ലല്ലോ, കഴുകിക്കളയാം. പിന്നെ എന്താണ്, പിടിക്കട്ടെ. ഇനി കസ്തൂരി മഞ്ഞൾ കയ്യിലില്ലെങ്കിൽ ആരും വിഷമിക്കേണ്ട കേട്ടോ. സാധാരണ മഞ്ഞൾപ്പൊടി ഉപയോഗിച്ചാൽ മതി. പക്ഷേ വെറും മഞ്ഞൾപ്പൊടിയായി പോകാതെ ശ്രദ്ധിക്കണേ. എന്ന് പറഞ്ഞാൽ വരവ് മായമൊക്കെ ചേർന്നേ എന്തിലും മായ വാങ്ങി ഒരു കാര്യവും നമുക്ക് വിശ്വസിച്ച് വാങ്ങത്തില്ല. ആൾക്കാർക്ക് പണം ഉണ്ടാക്കണം എന്നുള്ള ഒറ്റ ചിന്തയേ ഉള്ളൂ. അത് ഏത് വിധേനയായാലും കുഴപ്പമില്ലെന്നുള്ള മട്ടിലാണ് സാധനങ്ങളിലെല്ലാം മായം ചേർക്കുന്നത്. എന്തിനാണാവോ ഇങ്ങനെ കണക്കി കവിഞ്ഞ് പണം ഉണ്ടാക്കുന്നത്? നമ്മൾ മരിച്ചു പോകുമ്പം 1 രൂപ പോലെ എടുത്തുകൊണ്ട് പോകുന്നുണ്ടോ? അപ്പോൾ പിന്നെ നമ്മളെന്തിനാ ഈ മനുഷ്യരെ പറ്റിച്ച് കാശുണ്ടാക്കുന്നത്? ചിന്തിക്കേണ്ട കാര്യമല്ലേ? ചിന്തിച്ച് നോക്കണേ. നമ്മൾ നേരായ മാർഗത്തിൽ കൂടെ ഉണ്ടാക്കിയാൽ പോരെ. സാധനത്തിനെല്ലാം വല്ലാണ്ട് വിലയിടക്കും, എന്നിട്ടുള്ള മായമെല്ലാം അതിനകത്ത് ചേർക്കും. അതിൻ്റെ ആവശ്യം എന്താണ് അല്ലേ? ഒരു കണക്കിന് ചിന്തിച്ചാലേ നല്ലൊരു കുളിർമ, സൺടാനൊക്കെ മാറും, പിഗ്മെൻറ്റേഷൻ മാറും, മുഖക്കുരു പോകും, മുഖം ഗ്ലോ ആകും, സ്കിന്ന് നല്ല സോഫ്റ്റായിട്ട് ബേബി സ്കിന്ന് പോലെ ആകും. ഇതങ്ങ് തേച്ച് ഒരു 15 മിനിറ്റ്, മാക്സിമം 20 മിനിറ്റ് ഈ പായ്ക്ക് വെച്ചിരുന്നിട്ട് കഴുകണം കേട്ടോ. കയ്യിലും കൂടി അപ്ലൈ ചെയ്യാം. കുറച്ചൊക്കെ എടുത്തുള്ളെങ്കിലും ധാരാളം ഉണ്ട്. ഇത് എടുക്കുമ്പോൾ പൊരിക്കുവാണല്ലോ, പാഞ്ചാലിയുടെ അക്ഷയപാത്രം പോലെ. തേച്ചിട്ട് തീരുന്നില്ലല്ലോ.
വേറൊരു ഫേസ് ഇവിടെ ഇപ്പം നിലവിൽ കാണുന്നുമില്ല. മക്കളുടെ ഹസ്ബൻഡൊക്കെ എത്തിയിട്ടില്ല. കുറച്ച് അവരുടെ മുഖത്തും കൂടി അപ്ലൈ ചെയ്ത് കൊടുക്കാന്ന് വെച്ചാൽ ഇരുന്ന് തരുമോന്ന് പറയത്തില്ല. ഇതൊക്കെ എൻ്റെ മാത്രം കാര്യങ്ങളാണ്. പിന്നെ ഹസ്ബൻഡ് ഇങ്ങനത്തെ ഒന്നും അപ്ലൈ ചെയ്യാൻ ഇരുന്ന് തരികയില്ല. പിന്നെ മക്കൾ ചെറുപ്പമല്ലേ, അവർക്കൊരു സ്വാഭാവിക സൗന്ദര്യമൊക്കെ ഉണ്ടല്ലോ. ഇപ്പം ഇതിനെക്കുറിച്ചൊന്നും ചിന്തിക്കുകയില്ല. പിന്നെ എനിക്കൊരു കാര്യം ഇത് പറഞ്ഞു വന്നപ്പോഴാണ് ഞാൻ പറയുന്നത്, ദയവ് ചെയ്ത് മക്കളെ, നിങ്ങൾ ഒരു 30 വയസ്സൊക്കെ ആയിക്കഴിഞ്ഞാൽ ഇതൊക്കെ ഒന്ന് സ്റ്റാർട്ട് ചെയ്യണം കേട്ടോ. ഉള്ള സമയത്ത് കുറച്ച് മതിയെന്നേ, കുറച്ച് സമയം മതി. ഇതേ ഈ കൈമുട്ടൊക്കെ നമുക്ക് ഇങ്ങനെ എപ്പോഴും ടേബിളെ കുത്തിയൊക്കെ വെച്ച് വർക്ക് ചെയ്യുന്നവരൊക്കെയാണെങ്കിൽ അവിടെയൊക്കെ കറുപ്പ് വരികയല്ലേ, അവിടെയൊക്കെ ഒന്ന് തേച്ച് കൊടുത്തു, അതൊക്കെ പോകാൻ നല്ലതാണ്. പിന്നെ ഇന്നാളെ ഞാൻ എന്തൊക്കെയോ ബ്യൂട്ടി ടിപ്സ് ചെയ്തപ്പോഴേ കഴുത്തിൻ്റെ ഒരു ഓയിൽമെൻറ്റിൻ്റെ കാര്യമായിരുന്നു. എൻ്റെ പിഗ്മെൻറ്റേഷൻ അല്ലെ മെലസ്മ മാറിയ ക്രീം എന്ന് പറഞ്ഞ് ഞാൻ ഇട്ട ഒരു വീഡിയോ ഉണ്ട്. അതിൻ്റെ ചുവട്ടിൽ കഴുത്തിന് താഴെ ചുറ്റുമുള്ള കറുപ്പ് മാറുമോ, കണ്ണിന് താഴെ തേക്കാമോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ ഡോക്ടറല്ലാത്തത് കൊണ്ട് എനിക്കതിനെക്കുറിച്ച് ആധികാരികമായിട്ടൊന്നും പറയാൻ പറ്റിയല്ല. എങ്കിലും ഞാൻ അവർക്ക് മറുപടി കൊടുത്തായിരുന്നു. ഒരു ഡോക്ടറെ കണ്ടിട്ട് കഴുത്തിന് ചുറ്റുമുള്ളത് എന്താണെന്ന്, ചില രോഗങ്ങളുടെ തുടക്കമായിരിക്കാം, അതിൻ്റെ അടയാളങ്ങളായിരിക്കും അല്ലേ. കണ്ണിന് ചുറ്റുമുള്ള കറുപ്പും പലവിധ കാരണങ്ങൾ കൊണ്ട് വരാം. അല്ലെങ്കിൽ കണ്ണിൻ്റെ താഴെയൊക്കെ കൊണ്ടുപോയി ഓയിൽമെൻറ്റ് അപ്ലൈ ചെയ്യുമ്പോഴേ നമുക്കതിന് കൃത്യമായ അതിനെക്കുറിച്ചൊരു അറിവില്ലാതെ പറഞ്ഞു കൊടുക്കാൻ പറ്റിയല്ല. അപ്പോൾ അറിവില്ലാതെ വെറുതെ ഞാൻ പറഞ്ഞു കൊടുത്തിട്ട് കാര്യമില്ല. പക്ഷേ ഈ പായ്ക്കൊക്കെ എല്ലാവർക്കും ഇടാൻ, ധൈര്യമായിട്ട് ഇടാൻ കേട്ടോ. കഴുത്തിന് ചുറ്റുമൊക്കെ ഇടാവേ. പിന്നെ കണ്ണിന് ചുറ്റും ഇടാൻ ഒന്ന് ശ്രദ്ധിച്ചിട്ടാൽ മതി. കണ്ണിൽ പോയാൽ ശരിയാവില്ല എന്നതുകൊണ്ട് കഴുത്തിന് ചുറ്റുമൊക്കെ ഇടാം, പുറകിലും ഇടാം. കഴുത്തിൻ്റെ പുറകിൽ വസ്ത്രം കൊണ്ട് പറയാത്ത ഭാഗത്തൊക്കെ ഈ സൂര്യൻ്റെ അൾട്രാ വയലറ്റ് കിരണങ്ങൾ പതിച്ചിട്ട്, അയ്യോ എനിക്കാണെങ്കിൽ എൻ്റെ സ്കിന്ന് ഭയങ്കര സെൻസിറ്റീവാണ്. പുറത്തോട്ടിറങ്ങി ഇപ്പം ഒരു 9 മണി കഴിഞ്ഞുള്ള വെയിൽ കൊള്ളത്തില്ല. ഒരു 5 മിനിറ്റ് കൊണ്ടാൽ മതി, ഒന്ന് കരിഞ്ഞ് കരുവാളിച്ച് ശരിക്കും കണ്ടാലറിയാൻ പറ്റും. ഈ ടോപ്പിൻ്റെ, ചുരിദാറിൻ്റെ ടോപ്പിൻ്റെ അല്ലെ ബ്ലൗസിൻ്റെ കൈ മറയാത്തതോ പെട്ടെന്നങ്ങ് കറക്കും. മുഖവും ഇനിയിപ്പോൾ എങ്ങനെ പുറത്തിറങ്ങുമെന്ന് ഓർക്കുന്നത്, വേനൽ ചൂട് കടുത്ത് വരികയുമാണ്. ഇപ്പം ക്ലോക്ക് വൈസ് ആയിട്ടും ആൻറ്റി ക്ലോക്ക് വൈസ് ആയിട്ടും ഒക്കെ ഇങ്ങനെ ഒരു മസാജൊക്കെ കൊടുത്ത് 2-3 മിനിറ്റ് മസാജ് കൊടുക്കാം കേട്ടോ. എന്നിട്ട് അതിനെ അവിടെ വയ്ക്കുക, റെസ്റ്റ് ചെയ്യാൻ വിടാം. എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം, 15 മിനിറ്റ് അല്ലെ 20 മിനിറ്റ് മാക്സിമം. എന്നിട്ട് നമുക്ക് നല്ല നോർമൽ വാട്ടറിൽ, പച്ചവെള്ളത്തിൽ, തണുത്ത വെള്ളത്തിൽ അങ്ങോട്ട് കഴുകിക്കളയാം. അങ്ങനെ മുഖം കുളിച്ചു, കൈ കുളിച്ചു, എൻ്റെ പിന്നെ എന്ത് സാധനം എന്തായാലും നിങ്ങൾ മുഖത്തിടുന്ന പായ്ക്കും തലയിലിടുന്ന പായ്ക്കും അപ്ലൈ ചെയ്യുന്നതിന് മുമ്പ് എത്ര നല്ല നാച്ചുറൽ സാധനമാണെങ്കിൽ തന്നെയും, എത്ര പ്യുവറായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ആണെങ്കിൽ തന്നെയും ഒന്ന് ആദ്യം തയ്യാറാക്കിയിട്ട് കയ്യിലോ എവിടെയെങ്കിലും ഒരു ടെസ്റ്റിങ് ചെയ്യുന്ന നല്ലതായിരിക്കും കേട്ടോ. ഒന്ന് അപ്ലൈ ചെയ്ത് നോക്കുന്നത് നല്ലതായിരിക്കുമേ. കാരണം പല ടൈപ്പ് സ്കിൻകാരുണ്ടല്ലോ എന്നേ. അപ്പോൾ എല്ലാം ഒന്നും എല്ലാവർക്കും പിടിക്കണമെന്നില്ല. ഏതെങ്കിലും ഒരു അലർജിയോ ചൊറിച്ചിലോ ഇറിറ്റേഷനോ ഒക്കെ ഉണ്ടെങ്കിലോ, അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം, ഒന്ന് ആദ്യം ഇത്തിരി അപ്ലൈ ചെയ്ത് നോക്കിയിട്ട് പിന്നെ റെഗുലറായിട്ട് അപ്ലൈ ചെയ്യുന്നതായിരിക്കും നല്ലത് കേട്ടോ. ഈ ഫേസിലാണെങ്കിൽ നമുക്കൊരു 40 വയസ്സൊക്കെ കഴിഞ്ഞവർക്കാണെങ്കിൽ ഈ പപ്പായ ഫ്രൂട്ടൊക്കെ ഉണ്ടെങ്കിൽ എന്നും ചെയ്യാവുന്നതാണ്. ഇനി വേറെ ഒരു ഇൻഗ്രീഡിയൻറ്റും കയ്യിലില്ലെങ്കിൽ ഉണ്ടല്ലോ, ഈ പപ്പായ ഫ്രൂട്ട് ഒരു സ്പൂൺ എടുത്തങ്ങ് തേച്ച് പണിയൊക്കെ എടുത്ത് നടന്നു. എന്നിട്ടൊരു 15 മിനിറ്റൊക്കെ കഴിയുമ്പം പോയി വാഷ് ചെയ്ത് കളഞ്ഞാൽ മതി. നമുക്ക് ഇൻസ്റ്റൻ്റ് ആയിട്ട് റിസൾട്ട് കിട്ടും. നമ്മളൊരു ഫംഗ്ഷനൊക്കെ പോകാൻ തുടങ്ങുമ്പോൾ, റെഡിയാകാൻ തുടങ്ങുമ്പോഴാണെങ്കിൽ വളരെ നല്ലതാണ് കേട്ടോ. പപ്പായ തിന്നുമ്പോൾ അതിൽ നിന്ന് ഒരു സ്പൂൺ എടുത്തങ്ങ് തേച്ചാൽ മതി. പിന്നെ ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്ത് വെച്ചിട്ട് തേക്കാം. അപ്പോൾ എൻ്റെ ഫേസ് മാസ്ക് കഴിഞ്ഞു, ഫേസ് പാക്ക് ഇട്ട് കഴിഞ്ഞു. ബൗള് കാലിയാക്കി തേച്ച് ഇനി അതവിടെ ഇരായി തൊടുമ്പോൾ തന്നെ നല്ല സ്മൂത്തായിട്ടുണ്ട്, സോഫ്റ്റ് ആയിട്ടുണ്ട്. ഓഹോ, ഇനി ഇത് തുടച്ച് മാറ്റുമ്പോൾ ഞാൻ കാണിക്കാം. നല്ല കുട്ടികളുടെ മാതിരിയുള്ള ക്ലിയർ സ്കിന്നായിട്ടുണ്ടാവും. ഇനി അതവിടെ ഇരുന്നോട്ടെ. ഇനി തലയുടെ കാര്യം. ഞാനുണ്ടല്ലോ തല ജടയൊക്കെ കളഞ്ഞ് ചീരി കെട്ടി വെച്ചിരിക്കുമായിരുന്നു. പുഴുവൊക്കെ എടുത്തങ്ങ് മാറ്റി. അയ്യോ, എൻ്റെ തലമുടി കുഴൽക്കിണർ വെള്ളത്തിൽ കുളിച്ചിട്ട് കുറച്ച് ഹാർഡായിട്ടുണ്ട്. ഞാനങ്ങനെ ഇന്ദുലേഖ ബ്രിങ്ക ഓയിലൊക്കെ അപ്ലൈ ചെയ്ത് നല്ല തിക്കാക്കിയൊക്കെ കൊണ്ടുവരുന്ന മുടിയാണ്. കുറച്ച് നീളവും വെക്കുന്നുണ്ട്. ഇന്നാണല്ലോ എനിക്ക് ഈ പപ്പായ ഫ്രൂട്ട് കിട്ടിയത്. ഇനിയിപ്പോൾ ഇവിടെ ഒരു കപ്പളം ഉണ്ട്, അതിൽ കപ്പളങ്ങ ആയി വന്നിട്ടുണ്ട്. ഇനി ഓരോന്നോരോന്നൊക്കെ ഇടയ്ക്ക് എടുക്കാം.
അപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് കുറച്ച് പപ്പായ ഫ്രൂട്ട് കൊണ്ടുള്ള ഹെയർ പാക്ക് വിടാം. ആഴ്ച 2 ദിവസമോ എന്നും ഒന്നും ചെയ്യണ്ട. ഹെയറിൽ ആഴ്ച 2 അല്ലെ 1 ഒക്കെ ചെയ്താൽ മതി. പപ്പായ ഫ്രൂട്ട് എത്ര കിട്ടും അതിനനുസരിച്ച്. നല്ലൊരു തണുപ്പുണ്ട് കേട്ടോ തലയിലേക്ക് തേച്ചപ്പം. ഇനി ഇങ്ങനെ സ്കാൽപ്പിൽ ഒന്ന് മസാജ് ചെയ്ത് പിടിപ്പിച്ചാലേ ഡാൻഡ്രഫൊക്കെ ഉണ്ടെങ്കിൽ പോകും. സ്കാൽപ്പിലെ ചെറിയ ചെറിയ സുഷിരങ്ങളൊക്കെ ഓപ്പൺ ആയി വരും. അപ്പം നമ്മുടെ ഹെയർ സ്കാൽപ്പിലും മുടിയിൽ താഴെ വരെ നമുക്ക് തേക്കാം. മുടിയിൽ മൊത്തം തേക്കാം കേട്ടോ. മൊത്തം തേച്ച് കെട്ടി വെച്ചിട്ട് മുഖത്തെ പോലെ തന്നെ 15 മിനിറ്റ് അല്ലെങ്കിൽ 20 മിനിറ്റ് ഒക്കെ വെച്ചതിന് ശേഷം നമുക്കിത് നോർമൽ വാട്ടറിൽ കഴുകി കളയാവുന്നതാണ്. അപ്പോൾ അങ്ങനെ കഴുകുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ നല്ലപോലെ കഴുകണം. ധാരാളം ജലം നമുക്ക് ഉപയോഗിക്കേണ്ടി വരും. ഇതിൻ്റെ അംശമൊക്കെ സ്കാൽപ്പിൽ പറ്റിപ്പിടിച്ച് ഇരുന്ന് കഴിഞ്ഞാൽ അതാണെന്ന് ശ്രദ്ധിക്കേണ്ട കാര്യം. വെള്ളം ധാരാളം വേണേ. വെള്ളക്ഷാമം ഉള്ളപ്പോൾ ഇത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അതല്ല ഏത് ഹെയർ പാക്കും അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമ്മളല്പം ബുദ്ധിമുട്ടും ഇത് കഴുകിക്കളയാനായിട്ട്. നന്നായിട്ട് കഴുകിക്കളയണം. കുറേ സമയം നല്ല പോലെ ഷവറിൻ്റെ കീഴിലോ പൈപ്പിൻ്റെ ചോട്ടിലോ ഒക്കെ തല കാണിച്ചിട്ട് അല്ലെങ്കിൽ കപ്പിൽ വെള്ളം കോരി ഒഴിച്ചിട്ട് ഏത് രീതിയിലാണോ നമ്മൾ ചെയ്യുന്നത് അതുപോലെ. അത് രീതിയൊക്കെ ഞാൻ വെറുതെ അങ്ങ് പറഞ്ഞു എന്നേ ഉള്ളൂ. നമുക്ക് ഉചിതമായ രീതിയിൽ ഉപയോഗിച്ച് നമുക്ക് എന്ത് ചെയ്യാം, ഇതിനെ കഴുകിക്കളയാം. നന്നായിട്ട് കഴുകിക്കളയണമെന്നാണ് ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം. ഇതിൻ്റെ അംശം ഫുള്ള് പോകണം നമ്മുടെ സ്കാൽപ്പിൽ നിന്ന്. പുറകിലൊക്കെ മുടി വാങ്ങി മാറ്റി ഇത് ഞാൻ അപ്ലൈ ചെയ്ത് പിടിപ്പിക്കട്ടെ. അങ്ങനെ ഇന്ന് മൊത്തം കപ്പളങ്ങയിൽ കുളിച്ചു, പപ്പായ ഫ്രൂട്ടിൽ കുളിച്ചു, അകവും പുറവും അകവും പുറമൊക്കെ കുളിച്ചു, തലമുടി കുളിച്ചു, മുഖം കുളിച്ചു, കൈ കുളിച്ചു, അകത്തോട്ട് കഴിച്ചു. എൻ്റെ ദൈവമേ, ഇനിയിപ്പോൾ ഉണ്ടല്ലോ 1 സ്പൂൺ തേനും കൂടെ എടുത്തങ്ങ് കുളിക്കുവാണെങ്കിൽ അകത്തോട്ടും ഫേഷ്യലായി അല്ലേ. പപ്പായ ഫ്രൂട്ടും ഹണിയും കൂടിയുള്ള പപ്പായ ജ്യൂസ് അടിച്ചു കുടിക്കുന്നതിൻ്റെ ഫലം ചെയ്യും. തലമുടിയിൽ തേച്ചു. ഇനി തലമുടിയൊക്കെ കെട്ടിയൊന്ന് വയ്ക്കാം. ഇനി ഞാനൊരു 15 മിനിറ്റ് അല്ലെങ്കിൽ 20 മിനിറ്റ് മാക്സിമം ഇതിനെ എല്ലാം അവിടെ വെച്ചിട്ട് ഓരോരോ ജോലികൾ ചെയ്യാൻ പോവുക കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ഈ പപ്പായ ഫ്രൂട്ട് കൊണ്ടുള്ള ഫേസ് പായ്ക്കും അതുപോലെ തന്നെ ഹെയർ പായ്ക്കും ഒക്കെ ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. വളരെ യൂസ്ഫുള്ളാണ്. ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞാൽ പോരാ, വളരെ യൂസ്ഫുള്ളാണ്. ഞാൻ ചെയ്തത് ഇഷ്ടപ്പെട്ടിട്ട് നിങ്ങൾക്ക് ഗുണം കിട്ടില്ല, നിങ്ങൾ ചെയ്തു നോക്കണം. പപ്പായ ഫ്രൂട്ട് ഒരെണ്ണം കണ്ടാലും വിട്ട് കളയരുത്. എടുത്തോളുക, കഴിച്ചോളുക. കഴിക്കാൻ ഇഷ്ടമൊന്നും നോക്കണ്ട, ടേസ്റ്റ് ഒന്നും നോക്കണ്ട. കുട്ടികൾക്കൊക്കെ കൊടുത്തോ കേട്ടോ. ധാരാളം നല്ല ഹെൽത്ത് ബെനിഫിറ്റ് ഉള്ള ഫ്രൂട്ടല്ലേ. അപ്പോൾ ഇതൊക്കെ കൊടുക്കുക പിള്ളേർക്ക്. ചുമ്മാ പുറത്തോട്ട് ഇറങ്ങുമ്പോൾ കണ്ടതെല്ലാം വാങ്ങി അവരെ തീറ്റാതെ ലേസ് തിന്ന് ഈ ലേസിനകത്തൊക്കെ എന്തൊക്കെയായിരിക്കും എന്ന് ആർക്കറിയാം. അമ്മമാർ വളരെ ശ്രദ്ധിക്കുക, കെയർഫുള്ളാണ്. കുട്ടികൾക്കൊന്നും ആരോഗ്യമില്ല. ഈയിടെ ഞാൻ കണ്ടു, പള്ളിയിൽ നിന്നപ്പോൾ ഒരു പെൺകുട്ടി തളർന്നടിച്ച് അവിടെ വീഴുന്നു. ഈയിടെ ഒരു ന്യൂസ് കണ്ടു, ഒരു ആൺകുട്ടി റോഡരികിൽ കുഴഞ്ഞ് തളർന്ന് അത് വീഴുന്നു. എന്താ ഇങ്ങനെ കുട്ടികളൊക്കെ കുഴഞ്ഞു മറിഞ്ഞ് വീഴാൻ കാരണം? എനിക്ക് തോന്നുന്നു ന്യൂ ജനറേഷനിൽപ്പെട്ട അമ്മമാർ കഴിക്കുന്ന ഫുഡ് പോലും ഹെൽത്തി ഫുഡല്ല. അമ്മമാർ പോലും കഴിക്കുന്ന ഫുഡ് ഹെൽത്തി ഫുഡല്ല. ജങ്ക് ഫുഡും മറ്റേ ഫാസ്റ്റ് ഫുഡും ഒക്കെ കഴിക്കും. എന്നിട്ട് വയറ്റിൽ കിടക്കുന്ന കുഞ്ഞിന് പോലും നല്ല ഫുഡ് കിട്ടുന്നില്ല, വേണ്ടത് കിട്ടുന്നില്ല, ഹെൽത്തി ഫുഡ് കിട്ടുന്നില്ല. എന്നിട്ട് കുട്ടികൾ ജനിച്ചു കഴിഞ്ഞാലോ എല്ലാം റെഡിമെയ്ഡ് സാധനങ്ങൾ മേടിച്ച് അതുങ്ങളെ കുടിപ്പിക്കുന്നതും തീറ്റിക്കുന്നതും എല്ലാം. അമ്മമാർക്ക് കഷ്ടപ്പെടാനും കഴിയില്ല. അതാണ് ഒന്നാമത്തെ കാര്യം. ഒന്നാമത് നമുക്ക് നല്ല സാധനങ്ങൾ കിട്ടാനില്ല. ഇനി കിട്ടുമെങ്കിൽ തന്നെ അമ്മമാർക്ക് കഷ്ടപ്പെടാൻ കഴിയില്ല. പുറത്ത് നിന്ന് കഴിച്ചാൽ കുശാലായി. ചെറിയ പ്രായത്തിലുള്ള അമ്മമാരൊന്ന് ശ്രദ്ധിക്കണം കേട്ടോ. നമ്മൾ അല്പം കഷ്ടപ്പെട്ടാലും നമ്മുടെ കുടുംബത്തിലുള്ളവരുടെ ഹെൽത്ത് നോക്കണേ. നമുക്ക് അന്നേരം ഒരു ബുദ്ധിമുട്ട് തോന്നും. എനിക്കും അങ്ങനെയായിരുന്നു, ഞാൻ ഉൾപ്പെടെ അങ്ങനെയാണ് ചിന്തിക്കുന്നത്. പക്ഷേ ഇപ്പം ജീവിത അനുഭവം പഠിപ്പിച്ചു തരുന്ന കുറേ പാഠങ്ങൾ ഓരോ ദിവസവും കണ്ടുകൊണ്ടിരിക്കുക. ചെറുപ്പക്കാർ കുഴഞ്ഞു വീഴുന്നു, മറിഞ്ഞു വീഴുന്നു. ഞങ്ങളെക്കാളൊക്കെ എത്രയോ പ്രായം കുറഞ്ഞവർ, ഞങ്ങളുടെ കൂടെയുള്ള സഹപ്രവർത്തകരും ഒക്കെ സുഹൃത്തുക്കളും ഒക്കെ പിന്നെ വിവിധ രോഗങ്ങൾ ബാധിച്ചിരുന്നവർ ഈ ഭൂമിയിലേ ഇല്ല. എന്തൊരു സങ്കടകരമായ കാര്യമാണ്. ഇപ്പം കുറേ നമുക്ക് ശ്രദ്ധിക്കാം.
അല്ലേ? പിന്നെ വരുന്നോടത്ത് വെച്ച് കാണാം. ദൈവത്തിന് വിടുക. താൻ പാതി ദൈവം പാതി, നമ്മുടെ പാതി നമുക്ക് നോക്കാം എന്നാണ് ഞാൻ ഈ പറഞ്ഞത്. സന്മനസ്സുള്ളവര് സ്വീകരിക്കുക, ഇതൊരു സ്നേഹപൂർണമായ അഡ്വൈസായി സ്വീകരിക്കുക, അതുപോലെയൊക്കെ ചെയ്യുക. എന്നാൽ നിങ്ങൾക്കും നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്കൊക്കെ കുറച്ചു കാലം ഈ ഭൂമിയിൽ സമാധാനമായും സന്തോഷമായും ജീവിക്കാം. ആശുപത്രി കയറി ഇറങ്ങി ആശുപത്രി വരാന്ത നിരങ്ങാതെ ജീവിക്കാം. നമ്മളുണ്ടാക്കിയ കാശ് മുഴുവനും കൊണ്ട് ആശുപത്രി തീർക്കണം, എന്നിട്ട് ആളെ കിട്ടിയില്ലെങ്കിലോ അതും നഷ്ടം. അപ്പം അതുകൊണ്ട് ബി കെയർഫുൾ എന്നേ പറയാനുള്ളൂ ഇക്കാര്യത്തിൽ. ഫേസ് പായ്ക്കും ഹെയർ പായ്ക്കും ഒക്കെ ഇട്ടിട്ട് 15 മിനിറ്റ് ആയിട്ടുണ്ട് കേട്ടോ, ഏകദേശം 15 മിനിറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇതൊന്ന് ഒരു ടവൽ നനച്ച് പിഴിഞ്ഞു കൊണ്ടുവന്നിട്ടുണ്ട്. ഒന്ന് തുടച്ച് നോക്കാം എങ്ങനെയുണ്ട്, സ്കിൻ ഗ്ലോ ആയോ എന്നൊക്കെ നിങ്ങളെ കാണിച്ചു തരാം. കണ്ടോ? നമ്മൾ വല്ലാണ്ട് മുറുക്കി തുടയ്ക്കരുത്, മെല്ലെ ഇങ്ങനെ തുടച്ചെടുക്കാവുള്ളൂ സ്കിന്ന്. കണ്ടോ കണ്ടോ സ്കിന്ന് ഗ്ലോ ആയി. തൊട്ട് നോക്കുമ്പോൾ അറിയാം, കുട്ടികളുടെ മാതിരി സ്മൂത്തായി, സോഫ്റ്റായി. ഇനി തുടച്ച് മാറ്റി വെച്ച് പിന്നെ ഒന്ന് കഴുകിയും കൂടെ കളയാം. നോർമൽ വാട്ടറിൽ ഒന്ന് കഴുകി കളയാം. അപ്പം നിങ്ങളിനി പപ്പായ ഫ്രൂട്ടൊക്കെ കിട്ടുമ്പം ഇങ്ങനെയൊന്ന് ചെയ്ത് നോക്കണം കേട്ടോ. എൻ്റെ മെലസ്മ നന്നായി മാറിയതായിരുന്നേ. അപ്പം ഞാൻ ഒരാഴ്ച അടുപ്പിച്ച് ഇത്തിരി വെയിൽ കൊണ്ട് ഇറങ്ങി, 10 മണി കഴിഞ്ഞൊക്കെ ഉള്ള വെയിൽ കൊണ്ട് ഇറങ്ങിയപ്പോൾ ഉണ്ടല്ലോ, ആ ഭാഗം മൊത്തം മുഖത്തില്ല, ആ ഒരിടത്തൊരു ഭയങ്കരമായിട്ട് കരിഞ്ഞ പോലെ കിടപ്പുണ്ടായിരുന്നു സ്കിന്ന്. അവിടെ മാത്രം വീണ്ടും അത് തിരികെ വരുന്നുണ്ട്. അപ്പോൾ വെയിൽ കൊള്ളാതെ ശ്രദ്ധിക്കണം. ഞാനാണെങ്കിൽ കുടയെടുക്കാനും വിട്ടുപോകും. ഇനി അതൊന്ന് ശ്രദ്ധിക്കേണ്ട കാര്യമായി. ഇത് കണ്ടോ, ഇവിടെ കണ്ടോ, ഇവിടെ ഭയങ്കരമായിട്ട് നമ്മൾ ഈ കൊച്ചുകുട്ടികൾക്ക് കൺമഷി കൊണ്ട് കണ്ണ് കിട്ടാതിരിക്കാനാണെന്നും പറഞ്ഞ് പണ്ടുള്ള അമ്മച്ചിമാരൊക്കെ പൊട്ട് തൊടുകയില്ലേ കവിളത്ത്, അതുപോലെ കരിഞ്ഞു കിടന്നതാ, അല്ലെ നമ്മുടെ ഈ കണ്ണിൻ്റെ കൃഷ്ണമണി പോലെ കിടന്നതാ. അത്രയും വട്ടത്തിൽ ഒരു 95% മാറിയായിരുന്നു. ഞാനൊരു ഓയിൻമെൻറ്റ് അപ്ലൈ ചെയ്തിട്ട് എനിക്ക് വലിയ സന്തോഷമായിരുന്നു. അത് കഴിഞ്ഞ് ഞാൻ മുഖത്ത് ഒരു ഹണി വാക്സ് അപ്ലൈ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ അത് കുറേയും കൂടെ മാഞ്ഞു. ഇപ്പം നല്ല വെയിലത്തിറങ്ങിയപ്പം ആ ഒരു ഭാഗത്ത് മാത്രം ഇത്തിരി വീണ്ടും തെളിഞ്ഞു വരുന്ന പോലെ ഉണ്ട്. അപ്പോൾ ഇനി അത് ഞാൻ വളരെയധികം ശ്രദ്ധിക്കണം എന്ന് തീരുമാനിച്ചിരിക്കുക. വെയിലത്തിറങ്ങണേ കുട ചൂടിയേ ഇറങ്ങാവുള്ളൂ. അതുപോലെ തന്നെ എന്നും ഹണി വാക്സ് അപ്ലൈ ചെയ്യാം. പിന്നെ ഇതുപോലെയുള്ള ഫേഷ്യലുകളൊക്കെ നാച്ചുറലായിട്ടുള്ള ഫ്രൂട്ട്സൊക്കെ കിട്ടുമ്പോൾ ഫേഷ്യലൊക്കെ ചെയ്യാം. അങ്ങനെ സ്കിന്നിൻ്റെ സ്ട്രക്ചർ സംരക്ഷിച്ച് നിർത്താമെന്ന് വിചാരിക്കുന്നു. ഞാൻ വൈകിപ്പോയി, നിങ്ങളൊക്കെ നേരത്തെ തുടങ്ങിക്കോ പെൺമക്കളെ. ഒരു 30 വയസ്സൊക്കെ ആകുമ്പോഴേ തുടങ്ങിക്കോ. നമ്മുടെ ബ്യൂട്ടിയും ഹെൽത്തും ഒക്കെ നമ്മുടെ കയ്യിലാണ്. നമ്മുടെ വീട്ടിലുള്ള നമ്മുടെ ഹസ്ബൻഡോ മക്കളോ പോലും നമ്മളോട് നീ ഇതൊക്കെ ചെയ്യ്, നീ ഇന്നതൊക്കെ ചെയ്യ്, അതിന് ഞങ്ങളങ്ങ് സമയം തരാം, ഞങ്ങളുടെ കാര്യങ്ങളൊക്കെ, അല്ലെങ്കിൽ നീ ഞങ്ങളുടെ ഡ്രസ്സ് വാഷ് ചെയ്യണ്ട, അല്ലെങ്കിൽ നീ ഞങ്ങൾക്ക് ഫുഡ് ഉണ്ടാക്കുന്നതിൽ ഒരു ഐറ്റം ഒന്ന് കുറച്ചോ, എന്നിട്ട് നീ നിൻ്റെ ബ്യൂട്ടി വർദ്ധിപ്പിച്ചോ എന്നൊന്നും ആരും പറയുമെന്ന് വിചാരിച്ച് നമ്മൾ ഇരിക്കണ്ട. നമ്മുടെ ബ്യൂട്ടിയും നമ്മുടെ ഹെൽത്തുമൊക്കെ നമ്മുടെ സ്വന്തമാണ്. വേണമെങ്കിൽ നമ്മൾ തന്നെ സംരക്ഷിച്ചോളുക കേട്ടോ. അതാണ് എനിക്ക് പെൺമക്കൾക്ക് തരാനുള്ള ഉപദേശം. ഞാൻ മാലയിൽ ഇത് പറ്റുന്നത് കൊണ്ടാണ് മാലയൊക്കെ ഊരി വെച്ചിട്ട് വന്നിങ്ങനെ ഇരിക്കുന്നത്. പപ്പായയുടെ ആ ക്രീമൊക്കെ പറ്റി പിടിച്ചു കഴിഞ്ഞാൽ കഴുകിയെടുക്കണേ വലിയ ബുദ്ധിമുട്ട് വരും, അതുകൊണ്ടാണ്. അപ്പോൾ പെൺമക്കളെ ഇതൊക്കെ നേരത്തെ ചെയ്ത് തുടങ്ങിക്കോ. ഫേഷ്യലിൻ്റെ കാര്യം പറഞ്ഞ് കാര്യങ്ങൾ എവിടെ എത്തിയെന്ന് നോക്കിക്കേ. അപ്പോൾ ഇനി പറയാനാണെങ്കിൽ അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. അപ്പോൾ വിഷയം വിട്ടുപോകും, വീഡിയോ ലെങ്തി ആയി പോകും. അതുകൊണ്ട് ഇനി ഓരോരോ അവസരത്തിൽ ഓരോന്നായിട്ടൊക്കെ പറഞ്ഞു തരാം. അനുസരിക്കുകയോ അംഗീകരിക്കുകയോ ഒക്കെ ചെയ്താൽ നിങ്ങളുടെ ഇഷ്ടമാണ്, നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്തോളൂ. ഏതായാലും എൻ്റെ ഈ പായ്ക്കുകളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്ത് കാണാൻ ശ്രദ്ധിക്കുക. മാക്സിമം പേരിലേക്ക് ഷെയർ ചെയ്യുക. അവരും ഇതൊക്കെ കണ്ട് അറിഞ്ഞ് ഇതിൻ്റെ ഗുണഫലങ്ങളൊക്കെ അനുഭവിക്കട്ടെ. എല്ലാവരും നന്നായിരിക്കട്ടെ, സുഖമായിരിക്കട്ടെ, സന്തോഷമായിരിക്കട്ടെ, സൗന്ദര്യവും ആരോഗ്യവും ഒക്കെ ഉള്ളവരായി ഈശ്വരൻ നമുക്ക് തന്ന അത്രത്തോളം ആയുസ് എത്രയാണോ, അതിന് ആയുസിൻ്റെ ദൈർഘ്യം നമ്മുടെ കയ്യിലല്ല കേട്ടോ. എന്നാലും ദൈവം തന്ന ആയുസോളം നമുക്ക് ആരോഗ്യത്തോടെ സ്വന്തം കാര്യം നോക്കി ജീവിക്കാൻ പറ്റട്ടെ. അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഇനിയും ഞാൻ ഇതുപോലുള്ള വിഷയങ്ങളുമൊക്കെ ആയി വരാം. മറ്റൊരു വീഡിയോയിൽ കാണാം. അതുവരെ ബൈ.